ഇവിടെ അഭിഭാഷകൻ CK ശ്രീധരൻ പറയുന്നത് ഗൂഢാലോചനയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് CBI കെട്ടിപ്പൊക്കിയ ഒരു കഥയാണ് ആ ഗൂഢാലോചന എന്നാണ് CK ശ്രീധരന്റെ വാദം. നേരത്തെ ഇരകൾക്കൊപ്പം നിന്ന് അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാമെന്നൊക്കെയുള്ള വാഗ്ദാനം നൽകിയ ശേഷം പിന്നീട് പ്രതിഭാഗത്തിനൊപ്പം പോയ അഭിഭാഷകനാണ് CK ശ്രീധരൻ. അദ്ദേഹം നടത്തിയ നീക്കങ്ങളെല്ലാം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതുമാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്ന ആ പ്രതികരണത്തോട് താങ്കൾക്കുള്ള മറുപടി എന്താണ്? CK ശ്രീധരൻ പറയുന്നു ഗൂഢാലോചന CBI കെട്ടിപ്പൊക്കിയതാണെങ്കിൽ അദ്ദേഹത്തെ പോലെ 50 വർഷത്തെ പാരമ്പര്യമുള്ള പ്രഗത്ഭമതി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തിന് അത് കോടതിയെ കൊണ്ട് തള്ളിക്കളയിക്കാൻ പറ്റില്ലായിരുന്നോ? അപ്പൊ CBI കെട്ടിപ്പൊക്കിയ ഒരു നുണക്കഥയാണ് ഈ ഗൂഢാലോചനയെങ്കിൽ ആ ഗൂഢാലോചന തെളിയിക്കാൻ പരാജയപ്പെട്ട CK ശ്രീധരൻ ഈ തൊഴിൽ അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? അദ്ദേഹം തന്നെ പറയുന്നു ഇത് CBI കെട്ടിപ്പൊക്കിയതാണ്. അപ്പോൾ CBI കെട്ടിപ്പൊക്കിയ ഒരു നുണക്കോട്ട പൊളിക്കാൻ കഴിയാത്തൊരു വക്കീല് പിന്നെന്തിനാണ് ഈ പണിക്ക് കിടക്കുന്നത്? അദ്ദേഹം എന്തിനാണ് ഈ പണിയായിട്ട് നടക്കുന്നത്? അപ്പോൾ CBI കെട്ടിപ്പൊക്കിയ ഒരു നുണക്കഥയാണ് ഈ ഗൂഢാലോചനയെങ്കിൽ അത് തെളിയിക്കാൻ വക്കീൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പണിക്ക് അദ്ദേഹത്തെ കൊള്ളില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ആരോമൽ ചേകവർ അംഗം വെട്ടി ക്ഷീണിച്ചു കിടക്കുമ്പോൾ കൂടെ നിന്നുകൊണ്ട് കുത്തുവിളക്കുകൊണ്ട് ആഞ്ഞുകുത്തി ചതിച്ചു കൊന്ന ആ ചതിയൻ ചന്തുവിനൊരു പിൻഗാമി നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്നു. അതാണ് CK ശ്രീധരൻ. ഈ കൊലപാതകം നടക്കുമ്പോൾ ആ കുടുംബത്തോടൊപ്പം നിന്ന് ആ കുടുംബത്തിന് നീതി കിട്ടാൻ അവസാന ശ്വാസം വരെ പോരാടുമെന്ന് പറഞ്ഞ CK ശ്രീധരൻ അവസാനം കൂറുമാറി കാലുമാറി അദ്ദേഹം CPM-ൽ ചേർന്നു. എന്തൊക്കെയോ പ്രതീക്ഷയോടുകൂടിയാണ് പോയി ചേർന്നത്. ഒരു പ്രതീക്ഷയും നടക്കുന്നില്ല. KV കുഞ്ഞിരാമനെ രക്ഷിക്കാൻ, മണികണ്ഠനെ രക്ഷിക്കാൻ വക്കീലിന് കഴിഞ്ഞില്ലല്ലോ. അപ്പൊ ഇതെല്ലാം CBI കെട്ടിപ്പൊക്കിയ നുണക്കഥയാണെങ്കിൽ എന്തേ വക്കീലെ അങ്ങ് പരാജയപ്പെട്ടു? അങ്ങ് ഒരുപാട് കേസുകളിൽ വിജയിച്ചിട്ടുണ്ട്. അങ്ങ് പേരും പ്രശസ്തിയും എടുത്തത് ചീമേനി കൊലക്കേസിൽ കോൺഗ്രസിന് വേണ്ടി വാദിച്ചിട്ടാണ്. ഇന്നിതാ അങ്ങയുടെ പരാജയത്തിന്റെ ഒരു ആണിക്കല്ല് തറച്ചിരിക്കുന്നത് കോൺഗ്രസിന് വേണ്ടി അങ്ങെതിരായി പോയ ഈ കല്യോട്ട കേസിലാണ്. അപ്പൊ ചീമേനി കേസിൽ അങ്ങ് പ്രശസ്തനായി, കല്യോട്ട കേസിൽ അങ്ങ് കുപ്രസിദ്ധനായി. അതാണ് അങ്ങയുടെ വാദത്തിന്റെ ഒരു കയറ്റവും ഇറക്കവും.